കൊച്ചിയിൽ 52കാരിയെ പീഡിപ്പിച്ച കേസിൽ അറസ്റ്റിലായ അസം സ്വദേശി ഹിർദോജലിനെ കുടുക്കിയത് പോലീസ് ഉദ്യോഗസ്ഥന് തോന്നിയ ഒരു സംശയമാണ്. കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ ചെരുപ്പ് ഇട്ട് പ്രതി നിൽക്കുന്ന ഫോട്ടോ ഫേസ്ബുക്കിൽ നിന്ന് ലഭിച്ചത് ഈ അന്വേഷണത്തിൽ വഴിത്തിരിവായി. 2 ദിവസമായി പ്രതിയുടെ നീക്കങ്ങൾ പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു. 10 വർഷമായി എറണാകുളത്ത് താമസിക്കുന്ന പ്രതിക്ക് മലയാളം നന്നായി അറിയാം എന്നും പോലീസ് പറഞ്ഞു. ശ്യാംകുമാർ വിവരങ്ങളുമായുണ്ട്. ശ്യാം, ഈ അടുത്ത സമയത്ത് നമ്മളെ നടുക്കിയ ഒരു കുറ്റകൃത്യമാണ് വയോധികയെ പീഡിപ്പിച്ച സംഭവം. അസം സ്വദേശിയെ പോലീസ് പിടികൂടിയത് എങ്ങനെയാണ്? എന്തൊക്കെയാണ് അതിന്റെ മറ്റു വിശദാംശങ്ങൾ? ഗോപി, നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഈ സ്ഥലത്താണ് ഈ അസം സ്വദേശിയായ ഫിർദോസ് അലി എന്ന് പറയുന്ന ആൾ 52 വയസ്സുള്ള ഒരു വയോധികയെ അതിക്രൂരമായി പീഡിപ്പിക്കുകയും ഇവിടെ ഉപേക്ഷിച്ചു പോവുകയും ചെയ്തത്. ഇവിടെ നിന്നാണ് അവരെ പോലീസ് ആശുപത്രിയിലേക്ക് മാറ്റുകയും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയും ചെയ്തത്. ഈ പ്രതിയിലേക്കുള്ള അന്വേഷണം വളരെ വേഗത്തിൽ തന്നെ പൂർത്തിയാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം സംഭവ സ്ഥലത്ത് നിന്ന് പ്രതിയുടേത് ആയ ഒരു ചെരുപ്പ് പോലീസിന് ലഭിച്ചിരുന്നു. പിന്നീട് ഇയാളെക്കുറിച്ചുള്ള ചില സൂചനകൾ എറണാകുളത്തെ പോലീസുകാർക്കിടയിൽ തന്നെ ഉണ്ടായിരുന്നു. അതോടുകൂടി അവർ കഴിഞ്ഞ ഒരു NDPS കേസിലെ പ്രതിയുടെ വിശദാംശങ്ങൾ പരിശോധിച്ചു. അതും രണ്ടും ഒരാളാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. പിന്നാലെ ഫേസ്ബുക്കിൽ ഇയാൾ ഇട്ടിരിക്കുന്ന ഫോട്ടോകളും മറ്റും പോലീസ് ശേഖരിച്ചു. ആ ഫോട്ടോയിൽ ഈ സംഭവ സ്ഥലത്ത് നിന്ന് ലഭിച്ച അതേ ചെരുപ്പിട്ട് ലഭിക്കുന്ന പ്രതിയുടെ ഫോട്ടോ പോലീസിന് ലഭിക്കുകയും ചെയ്തു. ഏതായാലും അതിനുശേഷമാണ് പ്രതിയിലേക്ക് പോലീസ് എത്തുന്നത്. തുടർന്ന് ഒരു പോലീസുകാരൻ, CID ആയിട്ടുള്ള ഒരു പോലീസുകാരൻ ഈ പ്രതിയുടെ തൊട്ടുപുറകെ തന്നെ ഉണ്ടായിരുന്നു. ഇയാൾ പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ അവിടെ നടത്തുന്ന ഇടപെടലുകളൊക്കെ പോലീസ് കൃത്യമായി നിരീക്ഷിച്ച് വരികയും ചെയ്യുന്നുണ്ടായിരുന്നു. ഏതായാലും അതിനുശേഷം പ്രതി ട്രെയിനിൽ കയറി യാത്ര നടത്തുകയൊക്കെ ചെയ്തു. ആ സമയത്തൊക്കെ പോലീസ് കൂടെയുണ്ട്. പിന്നീടാണ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും പ്രതിയുമായി അല്പസമയത്തിനകം ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുമെന്നാണ് പോലീസ് പറയുന്നത്. 10 വർഷമായി എറണാകുളത്ത് റെയിൽവേ കോളനിയിൽ താമസിക്കുന്ന ആളാണ് പ്രതി. അയാൾക്ക് മലയാളം വളരെ നന്നായി അറിയുകയും ചെയ്യാം. ഏതായാലും അല്പസമയത്തിനകം തന്നെ പ്രതിയുമായി സംഭവ സ്ഥലത്തെത്തി തെളിവെടുപ്പിനായി അന്വേഷണ സംഘം ഇവിടെ എത്തും. ഗോപി, ശരി, അല്പസമയത്തിനകം തന്നെ അസം സ്വദേശിയായ പ്രതിയെയും കൊണ്ട് അന്വേഷണ സംഘം ഈ സംഭവ സ്ഥലത്തെത്തും തെളിവെടുപ്പിനായി. വയോധികയെ ക്രൂരമായി പീഡിപ്പിച്ചുപേക്ഷിച്ചത് ഈ റെയിൽവേ ട്രാക്കിന് സമീപത്തായിരുന്നു. ശ്യാംകുമാർ അവിടെ നിന്നാണ് മറ്റു വിശദാംശങ്ങൾ പങ്കുവച്ചത്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.